പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ. നമ്മൾ കുറച്ച് നാളായിട്ട് എവിടെയോ മിസ് ചെയ്ത കുടുംബ ചിത്രം തിരിച്ചു വരാമെന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പോടെ പറയാം. അമ്മമാർക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകളാണ് ഇപ്പോൾ വരുന്നത്, അമ്മാവന്മാർക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകളാണ് വരുന്നത്. പക്ഷേ ഈ സിനിമയിൽ അതെല്ലാം ഉണ്ട്. സാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, പക്ഷെ അത് പറഞ്ഞു തരൂല. വെരി സിമ്പിൾ. ന്യൂസിനകത്തൊക്കെ അഞ്ജു എന്നുള്ള പേര് വരുമ്പോഴേ ആദ്യം എന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഏതൊരു നാടകനടി MDMA കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പം ഉടനെ എന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്, അഞ്ജു അഞ്ജു ആണോ. ഞാനെന്ന് പറയുന്നൊരു ആള് ഇവിടെ ഇരിക്കാനുള്ള ഒരു നയം കാരണം ഇന്നസെൻറ്റൻ തന്നെ. ഇയാളുടെ ഓരോ ചോദ്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭാവി ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. പറന്ന് 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 ചെല്ലാൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് കലാപൻ ജോഷി ചേട്ടനും സമൃദ്ധി താരയുമാണ്. നമസ്കാരം. ഓക്കെ, അപ്പം ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ഒരു പാട്ട്, ഒരു അടിപൊളി പാട്ടുണ്ട്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ. ആ പറന്ന് 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 ചെല്ലാനല്ല, ഈ പറന്ന് പറന്ന് ചെല്ലാൻ. അപ്പൊ എന്താണ് ഈ പറന്ന് പറന്ന് ചെല്ലാൻ? ഒരു സ്വാതന്ത്ര്യം ആരാണ് ആഗ്രഹിക്കാത്തത്? കൂട്ടിലടച്ച തത്തകളെ പോലെ കഴിയുന്ന ചിലരുടെ ഒരു സ്വാതന്ത്ര്യം, അതാണ് പറന്ന് 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 ചെല്ലാൻ. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ ടീസറും പോസ്റ്ററുകളൊക്കെ കണ്ട സമയത്ത് പാലക്കാടിന്റെ വിഷ്വൽ ഭംഗി ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം പഴയ തറവാട് ബേസ് ചെയ്തിട്ടുള്ള ഹ്യൂമറും അതുപോലെ ത്രില്ലിംഗ് ആയിട്ട് കുറച്ച് സസ്പെൻസ് ഒക്കെ ആയിട്ടുള്ള സിനിമയാണിതെന്നാണ് എല്ലാം കണ്ടിട്ടുള്ള ഒരു ഇത്. അത് തന്നെയാണോ ചിത്രം? തീർച്ചയായിട്ടും. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മധു അമ്പാട്ട് സാറാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ. ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമാണ്. കാരണം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു ഭാഗ്യം ചെയ്തതാണ്. മധു അമ്പാട്ട് സാറിൻ്റെ ക്യാമറയിൽ വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ ഇതൊരു വലിയൊരു കുടുംബമാണ്. ഇന്ന് സാധാരണ നമ്മൾ കാണുന്നത് ഇങ്ങനെ കുടുംബത്തിൻ്റെ ഒരു ചിത്രങ്ങളൊന്നും അങ്ങനെ അധികമായിട്ട് അങ്ങനെ വരാറൊന്നുമില്ല. അമ്മമാർക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകളാണ് ഇപ്പോൾ വരുന്നത്, അമ്മാവന്മാർക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകളാണ് വരുന്നത്. പക്ഷേ ഈ സിനിമയിൽ അതെല്ലാം ഉണ്ട്. നമ്മുടെ എന്താ പറയുക, നല്ലൊരു വലിയൊരു ഫാമിലി, പഴയ കാലത്തെ ഒരു ഫാമിലി, എല്ലാവരും ഒരു ഒത്തുചേരുന്ന ഉണ്ടാകുന്ന സന്തോഷങ്ങളും അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും സങ്കീർണതകളും ഒക്കെയാണ് ഈ പടത്തിനെ ഇങ്ങനെ കൊണ്ട് പോകുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു ഈ വലിയ ഫാമിലി എന്ന് പറയുന്നത് എനിക്കത് വലിയൊരു പുത്തിരിയല്ല. കാരണം ഞങ്ങൾ 7 മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടത്തിൽ അഭിനയിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ നടക്കണ എങ്ങനെയാണോ അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ഈ തറവാടുമായി ബന്ധപ്പെട്ട ഒരു കാവില് എന്തൊക്കെയോ അതിന്റെ പിന്നിലെ കഥകളും അതൊക്കെ അന്വേഷിച്ച് പോകുന്ന ഒരു അങ്ങനെയാണോ? അങ്ങനെയല്ല. പതിവ് ക്ലീഷേ ചിത്രത്തിന്റെ ഒരു ടെംപ്ലേറ്റ് മാറ്റിക്കൊണ്ടിട്ടുള്ള ഒരു ചിത്രമായിരിക്കും. അതെ അതെ അതെ. നമ്മൾ കുറച്ച് നാളായിട്ട് എവിടെയോ മിസ് ചെയ്ത കുടുംബ ചിത്രം തിരിച്ചു വരാമെന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പോടെ പറയാം. വെട്ടില്ല, കുത്തില്ല, വയലൻസ് ഇല്ല. അല്ല നമ്മുടെ ഓരോ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളും സംഭവങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനൊരു പടം എത്തിയാൽ അത് ഫാമിലി കയറും, അല്ലെങ്കിൽ ഫാമിലിക്ക് അത് ഇഷ്ടമാകും. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളല്ലേ എന്നുള്ള രീതിയിൽ ഈ പടത്തിന് കാണാനായിട്ട് ആളുകൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല. ഇപ്പം നമ്മുടെ ബാല്യം, അതായത് നമ്മുടെ ഈ ഏജിലുള്ള കുട്ടികളൊക്കെ പണ്ട് കണ്ടിരുന്നു ഇങ്ങനത്തെ സിനിമകളൊക്കെ. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനത്തെ സിനിമകളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് അങ്ങനെ ഒരു സിനിമയിൽ പാർട്ടാവാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, ഇപ്പൊ താരേനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താര എനിക്ക് തോന്നുന്നു ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നായിക ഒരു ഫുൾ റോളിലേക്ക് ചിലപ്പം ഈ ചിത്രം ആയിരിക്കാമല്ലോ ഒന്നുകൂടി. മലയാളത്തില് എനിക്ക് തോന്നുന്നു അതെ, മലയാളത്തില് ഈ ഒരു സിനിമ ഒരു കുടുംബത്തിനോടൊപ്പം എല്ലാവർക്കും ഇതിനകത്ത് അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ ഒരു നായിക ഇതൊന്നും ഒരുപാട് ഓഡിഷൻ ചെയ്തിട്ടേക്കാണ് എടുത്തത്. ഇപ്പൊ ഈവൻ എൻ്റെ ഈ ഒരു ക്യാരക്ടർ, ഞാൻ രാഘവൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. ഞാൻ മുത്തൻ അളിയനായിട്ടാണ് ഇതിൽ ഞാൻ ചെയ്യുന്നത്.
ഞാനല്ല അത് ആ ക്യാരക്ടർ കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ എന്ന് പറയുന്ന ഒരാളെ അതെ. ഇല്ല. അത് ആ ക്യാരക്ടർ രാഘവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ ഇതിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് തന്നെ ഈ ഷൂട്ടിന്റെ തലേ ദിവസമാണ്. അങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. കാരണം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു വർഷക്കാലം പലരും വന്ന് ഓഡിഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതില് ജിഷ്ണുവിന് നമ്മുടെ ഡയറക്ടർക്ക് ആ ക്യാരക്ടറുകളിനെ മറ്റുള്ളവർ വന്ന് ചെയ്ത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ലാസ്റ്റ് നിമിഷത്തിലാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പക്ഷെ അത് കണ്ടു. ഫസ്റ്റ് ഷോട്ട് ഓക്കെ, ജിഷ്ണു വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആൾ ഉദ്ദേശിച്ച ഒരു ക്യാരക്ടറായിട്ട് ഞാനതിലേക്ക് വന്നു. പെട്ടെന്ന് ഞങ്ങൾ സിങ്കായി അതിൽ ആ ക്യാരക്ടറിൽ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഓരോന്നിനും ഓരോ സമയം ഉണ്ടെന്ന് പറയില്ലേ. വന്ന ദിവസം തന്നെ ഷൂട്ട്. ഒന്നുമില്ല. വന്നു തലേദിവസം എത്തുന്നു, പിറ്റേ ദിവസം രാവിലെ ഫസ്റ്റ് ഷോട്ട് എങ്ങനെയാണ് സമൃദ്ധി ഇതിലേക്ക് എത്തിയത്? ഞാനും മനോജ് സാർ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് വിഷ്ണു ചേട്ടൻ, അതായത് സ്ക്രിപ്റ്റ് റൈറ്ററും അതുപോലെ ജിഷ്ണു സാറും കൂടെ ഡയറക്ടർ ജിഷ്ണു സാറും കൂടെ നമ്മളെ ഓഡിഷൻ ചെയ്തു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അറിയായിരുന്നു നായിക കഥാപാത്രത്തിലേക്കാണെന്നൊക്കെ? അറിയായിരുന്നു. പക്ഷെ അതൊരു മധുവമ്പാട് സാറിന്റെ ഫ്രെയിമിലാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴാണ് കൂടുതലൊരു എക്സൈറ്റ്മെന്റും ഒരു സന്തോഷമൊക്കെ തോന്നിയത്. എപ്പോഴാണ് സമൃദ്ധി സീരിയസ് ആയിട്ട് ഒരു സിനിമയിലേക്ക് തിരിഞ്ഞു തുടങ്ങിയത്? അല്ല എന്തായിരുന്നു ഇതിന് മുന്നേ ഉള്ള സമൃദ്ധി? ഇതിനു മുന്നേ നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് പരിചയപ്പെടുത്താലോ. തീർച്ചയായിട്ടും ചേട്ടനൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. കണ്ട് നമുക്ക് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സമൃദ്ധി താര പറയൂ. സമൃദ്ധി താര എന്നായിരുന്നില്ല പഴയ പേരൊന്നും. എന്തായിരുന്നു പഴയ പേര്? എൻ്റെ ശരിക്കും അഞ്ജു കൃഷ്ണ അശോക് എന്നാണ് എൻ്റെ ഒറിജിനൽ നെയിം. സിനിമയിലേക്ക് വന്നതിന് ശേഷം ഇപ്പം തമിഴ് സിനിമ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് സമൃദ്ധി താര എന്ന് മാറ്റിയത്. അവിടെ നിന്നാണ് പേര് മാറ്റിയത്, ചേഞ്ച് ചെയ്തതാണെന്നാണ്. അപ്പോൾ സിനിമയിലേക്ക് വരുന്നത് ഞാൻ കലോത്സവത്തിലൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അതിന് ശേഷമാണ് ഈ പാജൻ ഷോസ് ഒക്കെ പങ്കെടുത്തു. അതിൽ ടൈറ്റിൽ വിന്നറായിരുന്നു. മോഡലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓഡിഷൻസ് സിനിമയിൽ പങ്കെടുത്തു. ഓക്കെ. അപ്പം ഇനി നമുക്ക് ചോദിക്കാനുള്ള സിദ്ധാർത്ഥ് ഭരതനെ പറ്റിയിട്ടാണ്. എങ്ങനെയായിരുന്നു പുള്ളിക്കാരനായിട്ടുള്ള ഒരു സിങ്ക്? ആള് വളരെ എന്താ പറയാ, ഒരു നടനല്ല. ഇപ്പൊ പുള്ളിയുടെ ഒരു റീസെന്റ് വിജയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നടന്റെ കൂടെ അഭിനയിക്കാൻ ക്യാരക്ടർ വെരി സിമ്പിൾ. അതെ, അത്ര അതില് നമ്മൾ കൂടുതൽ ഒരു ജാടയില്ലാത്ത മനുഷ്യൻ. അതായത് എന്താ പറയാ, ആള് നല്ല മിംഗ്ലിംഗ് ആയിരുന്നു എല്ലാവരായിട്ടും. നല്ല പിന്നെ അത് മാത്രമല്ല ഒരു ഡയറക്ടർ മൈൻഡ് ആളുടെ ഇതിലുണ്ട്. നല്ലൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മളിലൊക്കെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ആ ഡയലോഗ് അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതൊക്കെ നല്ല ഇതുകളാണ്. അതിങ്ങനെ അല്ലെങ്കിൽ ഈ ഫ്രെയിമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞിരുന്നത്. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതൊരു ടീം വർക്കായിരുന്നു. ഭയങ്കര രസമായിട്ട് പോയൊരു സംഭവം. ഇപ്പൊ എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥ് ഭരതൻ ഈ ഒരു സിനിമയില് വില്ലൻ അങ്ങനത്തെ ഒരു ഷെയ്ഡാന്നാണ് എനിക്ക് എനിക്ക് കണ്ടപ്പോ അങ്ങനെയാണ് തോന്നിയത്. ഒരു മാടമ്പിത്തരം കയ്യിലുള്ളൊരു ചെറിയ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഇപ്പൊ സൂക്ഷ്മദർശിനിയിലാണെങ്കിലും ഭ്രമയുഗത്തിലാണെങ്കിലും എവിടെയോ എന്തോ ഒരു ചേഞ്ച് ഉണ്ട്. കാരണം തനി ഒരു നാട്ടും പുറത്തൊക്കെ കാണുന്ന ഒരാള്, എന്നാൽ ഒരു ഡബിൾ ഷെയ്ഡ് ക്യാരക്ടർ ഒക്കെ ഉള്ള ആ ഒരു ഇതില്ലല്ലേ നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായ കഥാപാത്രം തന്നെയാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത്. അത് ഗെറ്റപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ആ മീശയൊക്കെ ഇങ്ങനെ എപ്പോഴും മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതൊക്കെയാണ്. ആ ഒരു ക്യാരക്ടർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആള് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയില്ലേ, ഈ ഒരു കുടുംബത്തിൽ ഒരു ആള് അങ്ങനെ ഉണ്ടാവും. എന്താണ് അവിടെ പ്രശ്നം? അങ്ങനെ അതെ ചോദിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഏതൊരു വീട്ടിലും ഉണ്ടാകും. അപ്പൊ അതാണ് സിദ്ധാർത്ഥേട്ടൻ അതില്. ഈ ഇതിന്റെ ഇടയിൽ കൂടെ പറയുന്നതായിട്ട് കുറെ ടിപ്സ് ഒക്കെ സിദ്ധാർത്ഥേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ചേട്ടൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ നമുക്ക് എക്സ്പീരിയൻസ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ആ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞു തരിക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കാര്യമാണ്. ഇപ്പം ഇൻ ബിറ്റ്വീൻ ഇപ്പം കണ്ണിൽ നോക്കിയാൽ ചെയ്യുന്നത് നമുക്ക് തോന്നും. പക്ഷെ ആക്ച്വലി കണ്ണിലല്ല, എൻ്റെ ഇവിടെ നോക്കിയിട്ടാണ് ആ ഷോട്ടിന് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞു തന്നു. അപ്പം നമ്മൾക്ക് ഇൻ ബിറ്റ്വീൻ ഡിസ്ട്രാക്ട് ചെയ്യുമോ എന്ന് തോന്നുന്ന സമയത്ത് പോലും അങ്ങനല്ല, ഇങ്ങനെ ചെയ്താൽ ഒരു ടിപ്പാണെന്ന് പറഞ്ഞു തരുന്ന എത്ര പേരുണ്ട്. അങ്ങനെയാണ് ചേട്ടൻ്റെ കൂടെ ഉള്ളത്. അതെ.
ത്രൂ ഔട്ട് ഒരു എനിക്ക് തോന്നുന്നു 30 ദിവസത്തെ ഞാൻ അതെ 30 ദിവസം 30 ദിവസം പാലക്കാട് തന്നെയായിരുന്നു ഷൂട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പാലക്കാടുള്ള സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഞാൻ വരുന്നത്. വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലശവും അങ്ങനെ അതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആ സമയത്ത് ലൊക്കേഷൻ ഭയങ്കര ഒരു ഇൻ ബിറ്റ്വീൻ ഇതിന് വേറൊരു സ്റ്റോറി ഉണ്ട്. ആക്ച്വലി ഇത് സ്റ്റോറി എഴുതുന്ന വിഷ്ണു ചേട്ടൻ എഴുതുന്ന സമയത്ത് ഒരു വീട് മന കണ്ടിട്ടാണ് എഴുതുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ലൊക്കേഷൻ അവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ആ വന്നിടത്തും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനോജേട്ടനും എല്ലാവരും കൂടെ ലൊക്കേഷൻ ഇൻ ബിറ്റ്വീൻ ആ ഒരു 3 ഡേയ്സിനുള്ളിൽ പുതിയൊരു മന അതുപോലെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അതൊരു ടാസ്ക് ആയിരിക്കും. അതെ പാലക്കാട് അതെ അതെ അവിടെ തന്നെ. ഓക്കെ, അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടി കാണുമല്ലേ? അല്ല, അത് അവര് മനോജാനും ഉണ്ണിയാനും ഉള്ളത് കൊണ്ട്, മനോജ് പൂങ്കുന്നം ഉണ്ണി പൂങ്കുന്നം അവരുള്ളത് കൊണ്ട് അതൊക്കെ അവർ ഇത്രയും നല്ല അതെ 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 സിനിമയില് മുടിചൂടാൻ മന്നന്മാരാണ് അവർ. അവർ പടങ്ങളൊക്കെ ഹിറ്റ് പടങ്ങളാണ് അവരുടെ കയ്യിലുള്ളൂ. അതിപ്പോ ഇറങ്ങിയ പാട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ചെല്ലാന്നുള്ള ആ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട്, ആ ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറെ നേരം അത് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. ആ മലയും ആ കള്ളുഷാപ്പും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന കുറെ കാര്യങ്ങൾ ആ ഫ്രെയിമിനുള്ളിൽ കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. കാണുന്ന സമയത്ത് തന്നെ ഒരു ഫീൽ ഗുഡ്, ഭയങ്കര ഒരു റിലാക്സ് ചെയ്ത് അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. ചാരുശീലെ സോങ് കണ്ടിരുന്നോ? ഇല്ല, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അഭിപ്രായം നമ്മുടെ സിനിമയില് എല്ലാരും പറഞ്ഞു കേട്ട ഒരു സോങ്, നല്ല രസമുള്ളൊരു. അതുപോലെ തന്നെ അതും പിന്നെ മാവിളക്കും മാവിളക്ക് നല്ല ഭയങ്കര മെലഡിയാണ്. നല്ല രസമുള്ളൊരു ഫീലാണത്. അത് കാണുമ്പോ തന്നെ അറിയാം ശരിക്കും ആ കുടുംബത്തിന്റെ ഒരു വൈബ് ഫുള്ളായിട്ട് ഉണ്ട്. എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ആൾക്കാർ എന്തൊക്കെ ചെയ്യും അത് മുഴുവൻ ആ ഒരു പാട്ടില് നല്ല രസത്തില്. അതെ, എനിക്ക് തോന്നുന്നു ആ പാട്ടില് എൻഡിലേക്ക് ഒരു വിരഹം കലർന്ന ഭാവമാണെന്ന് തോന്നുന്നു. അല്ല, അതുണ്ട്. എല്ലാരും നോട്ടീസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഒരു പ്രേമം പൊട്ടിയല്ല ആ ഒരു സാധനം. പല ടിസ്റ്റുകളുണ്ട്. തോന്നുന്നു ഉണ്ണിയാണെന്ന് തോന്നുന്നു പേരായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണി? എനിക്ക് തോന്നുന്നു ഒരു അപ്കമിങ്. എന്നാൽ ഇപ്പം ഒരു പെട്ടെന്നൊരു രേഖാചിത്രം ഇറങ്ങിയപ്പോ തൊട്ട്, രേഖാചിത്രത്തിന് മുന്നേ എനിക്ക് തോന്നുന്നു ഈ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നിരുന്നു. പിന്നെ ഉണ്ണി കഴിഞ്ഞ തവണ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു പെട്ടെന്നാണ് ഒരു സ്റ്റാറിലേക്ക് വേറൊരാളെ ഫിക്സ് ചെയ്തിട്ട്. ആരായിരുന്നു മുന്നേ ഫിക്സ് ചെയ്ത്? ഉണ്ണിക്കാണ് അത് കിട്ടേണ്ടത്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, ഓരോന്നിനും ഓരോ നിമിത്തമുണ്ടെന്ന് പറയില്ലേ, അതാണ് സംഭവിച്ചത്. ഉണ്ണിനെ ഞാൻ നേരത്തെ അറിയുന്നതാ. ഉണ്ണി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളൊരു ആളാണ്. ശരിക്കും ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഇതിനു മുന്നേ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിലേക്ക് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് തരാമെന്ന് പറയുമ്പോൾ സിനിമ ഒരുമിച്ച് ചെയ്യുക, ഷോർട്ട് ഫിലിം ഒരുമിച്ച് ചെയ്യുക, അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സിനിമയിൽ നായകനോ ആവാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. എത്ര വർഷമായി ഇപ്പൊ സിനിമയിൽ വന്നിട്ട്? 2019 ഞാൻ ഫിലിമിലേക്ക് ചുവടുവെക്കുന്നത്. അത് ജിബു ജേക്കബ് സാറിൻ്റെ ആദ്യരാത്രി എന്ന് പറയുന്ന മൂവിയിലൂടെയാണ്. അതിനുശേഷം നായികയായിട്ട് ഇപ്പം ചെയ്ത സുമേഷ് ആൻഡ് രമേശ്, കായ്പോള, ഇപ്പൊ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമുക്ക് ജോഷി ചേട്ടൻ നോക്കുകയാണെങ്കിൽ ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 10-20 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാനങ്ങനെ സിനിമയ്ക്ക് വേണ്ടി സിനിമ ചെയ്യാൻ പോയിട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞ മാതിരി ഷോസുകളാണ് UK, US, ഗൾഫ് നാടുകൾ. ഇപ്പം ഞാൻ നമ്മുടെ ഈ പടം റിലീസാവണമെന്ന് ഞാൻ വേറില്ല. അതെ 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 31-ാം തീയതി. സത്യം പറഞ്ഞാൽ എനിക്കത് എല്ലാവരും ഇങ്ങനെ കൂടി കാണണം, ഇരിക്കണം എന്നൊക്കെയുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഇത് നേരത്തെ ഏറ്റെടുത്ത് പോയൊരു പ്രോഗ്രാം, അതുകൊണ്ട് വേറില്ലായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ എല്ലാവരും ചോദിക്കും, ഇപ്പം ഈ ഇങ്ങനെ ഈ ഡബിങ് ഒക്കെ കഴിഞ്ഞ് ഈ പടം ഇങ്ങനെ ആളുകൾ എൻ്റെ ടെക്നീഷ്യന്മാരൊക്കെ കാണുമ്പോൾ പുറത്തുനിന്ന് വന്ന ആൾക്കാർ പുള്ളിക്കാരനൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ സിനിമ ഇതെന്താ ഇവരൊക്കെ എന്താ സിനിമയിലേക്ക് വരാത്ത, അല്ലെങ്കിൽ എന്താ ഇവർ ശ്രദ്ധിക്കാത്ത എന്നുള്ള അതെ 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 ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒത്തു കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല എല്ലാം വരുള്ളൂ. ജിലേബി തുടങ്ങിയ ഒരുപാട് സിനിമകളില്, ലോനപ്പന്റെ മാമുദിസ, രാമന്റെ തോട്ടം, ഒരു മുത്തശ്ശിക്കഥ,
ഒക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഇത് കിട്ടിയേക്കുന്നത് നമുക്കൊരു ക്യാരക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഞാനില്ല, എന്റെ കഥാപാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ചും ജിഷ്ണു ഒക്കെ നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. മനോജേട്ടൻ പെട്ടെന്നാണ്, ഞാൻ പറഞ്ഞില്ലേ മനോജേട്ടനും ഉണ്ണിച്ചേട്ടനും ഒക്കെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ് ഒത്തിരി. അല്ല എന്നിട്ടും തട്ടിത്തെറിച്ച് പോകേണ്ട സംഭവമായിരുന്നു. പക്ഷെ അത് ദൈവം വിചാരിച്ചിട്ടുണ്ട് ഇന്നയാൾക്ക് തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്യാനുള്ള ഭാഗ്യം. അപ്പൊ അത് ഒത്തിരി കിട്ടി. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. പിന്നെ നമുക്ക് ചേട്ടനെ അറിയാവുന്നത് സ്റ്റേജ് ഷോസ്, ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം, ദേ മാവേലിക്കൊമ്പത്ത്, ഇങ്ങനെ ഒരുപാട് ഷോസിലൂടെ തിളങ്ങിയിട്ടുള്ളൊരു ആളാണ്. അത് മാത്രമല്ല സിനിമാല പരിപാടി, സിനിമാല പണ്ട് ഭയങ്കര ഒരു കോമിക് ഷോയിലൂടെ കോമഡികളിലൂടെ ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ആള് കൂടി ആയതുകൊണ്ട് നമ്മള് ക്യാരക്ടർ മീൻസ് എനിക്ക് തോന്നുന്നു ഇതിൽ അങ്ങനെ ഒരു കോമിക് ക്യാരക്ടർ അല്ല, ഐ മീൻ ഒരു കോമഡി ഇറങ്ങുന്ന ഒരു ഇതിലുണ്ട്. അത് അത് സിറ്റുവേഷനാണ്, അങ്ങനത്തെ ഇതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ രാഘവന് ഭാര്യയും കൊച്ചുങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു, പിന്നെ അത് കാണുമ്പോൾ അല്ല അതൊരു കാണുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അതെ അതെ അതെ. പിന്നെ ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മള് ചേട്ടൻ്റെ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഇന്നസെന്റ് ഏട്ടൻ നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഇന്നസെന്റ് ഏട്ടന്റെ ഫിലിപ്പ് എന്ന് പറഞ്ഞ പടത്തില് പുള്ളി അല്ല, അത് പുള്ളിയുടെ വോയിസ് അല്ല, ഐ മീൻ പുള്ളി അല്ല അത് ഡബ് ചെയ്ത് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇമോഷൻസ് ആ സൗണ്ടിലൊക്കെ കൊടുത്ത് എനിക്ക് വേണ്ടി ഒറ്റതാണ്. ഞാന് ഇപ്പോൾ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇന്നസെൻ്റ് ആയിട്ട് ഇങ്ങനെ കുറേ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഞാനെന്ന് പറയുന്ന ഒരു ആള് ഇവിടെ ഇരിക്കാനുള്ള ഒരു മെയിൻ കാരണം ഇന്നസെൻ്റ് തന്നെയാണ്. നന്നായി സപ്പോർട്ട് ചെയ്ത ആളുകളാണ് നമ്മളെല്ലാവരും. അവരൊക്കെ ഈ സമയത്ത് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവസാന പടം ഫിലിപ്സ്. ഇപ്പം മരിക്കുന്നതിന് 5 ദിവസം മുമ്പാണ് ഞാൻ ആ പടം പോയി ചെയ്തത്. അത് അദ്ദേഹത്തിന് മോൻ സോണറ്റ് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അത് പോയി ചെയ്യുന്നത്. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുതേ എന്നായിരുന്നു നമുക്കൊരു ഇത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഓരോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്തിരിക്കണം എന്നുള്ളതിന് അതൊരു ഐഡൻറ്റിറ്റിയാണത്. നമ്മൾ എത്ര നാള് കഴിഞ്ഞാലും ആ ഫിലിപ്സ് എന്ന പടത്തിൽ അപ്പോൾ ഇന്നസെന്റ് എൻ്റെ ശബ്ദം കേൾക്കണം എന്നാണ് പറയുന്നത്. ഇന്നസെന്റ് ഏട്ടൻ്റെ സംസാര രീതികളും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ ചോദിക്കുമ്പോൾ ഈ എന്താ പേര് പറഞ്ഞേ, ഈ സ്മൃതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും കേൾക്കാൻ ഒരു കൊതിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. ഇതൊന്നും ഒപ്പിയെടുക്കണില്ലല്ലോ ശരിക്കും. അല്ല ഞാൻ ഉദ്ദേശിച്ചത് അത്ര മാത്രമേ ഉള്ളൂ. ഇയാളുടെ ഓരോ ചോദ്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭാവി ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചോളോ. ആളുകളെയൊക്കെ നന്നായി കിട്ടുമ്പോൾ നല്ല കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ ഉത്തരം മുട്ടിച്ചോളൂ കേട്ടാ. ഓക്കെ അപ്പൊ അഞ്ചു ഹാപ്പി അല്ലേ? അല്ല സ്മൃതി ഈ സ്മൃതി സമൃദ്ധി, ഞാനൊരു കുസൃതി എന്നിട്ടാണ് എൻ്റെ പേര് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. 3 പേരും നടക്കുന്ന സ്മൃതിയും സമൃദ്ധിയും കുസൃതിയും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി പേര് എന്ന് പറയാം. ഓക്കെ അത് ശരി. അതിൽ കുസൃതിയിൽ കാണുന്നതുകൊണ്ട് കലാഭവൻ ജോഷി പറയാം അല്ലേ? ഓക്കെ. അപ്പം എന്താണ് അടുത്ത സിനിമകൾ ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഞാനൊരു സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇനിയും ഏപ്രിൽ UK ഷോയുമായി പോവുകയാണ്. പിന്നെ ഓണത്തിനും UK ഷോ തന്നെ ആയിട്ട് പോവുകയാണ്. അതെ അതെ അതെ. അപ്പോൾ അതിനിടയിൽ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഇന്നത് അല്ലെങ്കിൽ ആള് നന്നായി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് എത്രയും കൂടി നന്നാക്കാമായിരുന്നു, അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇനിയും നന്നാക്കാം, അല്ലെങ്കിൽ ഇനിയും സിനിമകൾ ചെയ്യാം എന്നുള്ളത് ഒരു കാര്യം വരും എന്നുള്ളൂ. ചെയ്തിട്ടുണ്ടല്ലോ, കാണട്ടെ. അതെ, നമ്മളെ ഇപ്പം ഈ ചിത്രമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയേണ്ട ഒരു കാര്യം വിജയരാഘവൻ ചേട്ടൻ. എന്താണ് പുള്ളി?
എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല. ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. എൻ്റെ സീന് മുമ്പാണ് ആദ്യ സീനൊക്കെ ഇത് ചെയ്തത്. അതുകൊണ്ട് എനിക്കതിൽ കാണാൻ പറ്റിയില്ല. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് 13 ദിവസം ഞാൻ ജോയിൻ ചെയ്തത്. സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. സാറിനെ കാണാനും പരിചയപ്പെടാനും. സാർ കോട്ടയമുള്ള ആളാണ്. അപ്പം എനിക്ക് സാറിനെ അങ്ങനെ ഒരു പരിചയമുണ്ട് കോട്ടയം. അങ്ങനെ അപ്പം ആദ്യരാത്രി എന്ന് പറയുന്ന മൂവി ചെയ്യുന്ന സമയത്തും സാറിനെ പരിചയപ്പെടാൻ പറ്റിയിരുന്നു. സാറിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്, സാറ് ചെയ്യുന്ന ഓരോ സീനിന് മുമ്പേയും സാറ് അതിന് വേണ്ടിയിട്ട് എന്ത് ഡിഫറെൻ്റ്ലി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ആ കഥാപാത്രമായിട്ടാണ് ചിന്തിച്ച് ചെയ്യുന്നത്. സാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, പക്ഷെ അത് പറഞ്ഞു തരൂല. എന്താ അപ്പൊ ആരോടൊക്കെ ടിപ്സ് കിട്ടി? ഇനി 2-3 പേരുടെ പേരൊന്നും ചോദിച്ചു നോക്കൂ. അപ്പൊ അതും പറയും ഉണ്ണിയുടെ ടിപ്പ് കിട്ടിയില്ല. വിജയരാഘവൻ ചേട്ടൻ എന്ത് ടിപ്പാണ് തന്നത്? മീൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്ത് ടിപ്പ്? സാറ് ഒരു കഥാപാത്രം ചെയ്യുന്നതിന് മുമ്പേ എന്തുമാത്രം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത് ആ കഥാപാത്രം എന്തൊക്കെ ചിന്തിക്കുന്നു. ഇപ്പം കിഷ്കിന്ധാകാന്ഡം ആ സിനിമയിൽ സാറ് ചെയ്തു വെച്ചിരിക്കുന്ന ആ കഥാപാത്രത്തെ നമ്മൾ ഒരു നിമിഷം നമ്മൾ തന്നെ ചിന്തിക്കും, അയ്യോ എന്താ പറയാ, ഒരു വീർപ്പ് മുട്ടലല്ലേ ആ കഥാപാത്രമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാർ അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ ഒരു കഥാപാത്രമായിട്ട് തിങ്ക് ചെയ്താണ് സാറ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു ആളെ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ പടത്തിലെ പുള്ളിനെ ആയിട്ട് വർത്തമാനം പറയത്തുള്ളൂ. ഞാൻ പുണ്യാളൻ 2 അതില് പുള്ളിയുടെ ഡ്രൈവറായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെഡിക്കേഷൻ, അതായത് ഡയലോഗ് ഡെലിവറി അത് ഭയങ്കരമാണ്. അവര് പിന്നെ ഈ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മീറ്റർ വെച്ച് പിടിച്ചിട്ട് അതിൽ ആ ഭാവം കൊണ്ടുവന്ന് ഇത് കേൾക്കണം. എനിക്ക് സത്യം പറഞ്ഞ് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ് അഭിനയിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ട്രാക്കിലായ ആൾക്കാർക്ക് ഇത് പിടിച്ചിട്ട് അഭിനയിക്കുന്നത് ഭയങ്കര മിടുക. നമ്മളെന്താ അറിയോ, അത് കേട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻറ്റ്. ഇപ്പോഴത്തെ ഇതിൽ അവരങ്ങനില്ല. അവരത് അരച്ച് കലക്കി പിടിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് മൂവ്മെന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഡയലോഗുകൾ അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട്, അത് പറയുന്നുണ്ട്. നടക്കില്ല. നമ്മൾ കാണാതെ പഠിച്ചിട്ട് മനസ്സിലായില്ലേ, കാണാതെ പഠിച്ച് അതിനെ പല മോഡുലേഷൻ ആക്കി 1, 2, 3 രീതികളിൽ അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എനിക്ക് വരുന്നത്. നമുക്ക് പിന്നെ ഈ സ്ക്രിപ്റ്റും നേരത്തെ ഇല്ലല്ലോ, നമുക്ക് വരുമ്പോഴല്ലേ ആ സാധനം കിട്ടുന്നത്. പിന്നെ അത് വേറെ കാര്യമില്ല. നമ്മൾ ഈ ഡ്രാമ കളിക്കാൻ പോകുമ്പോൾ ഈ ഡ്രാമയൊക്കെ കളിച്ചതുകൊണ്ട്, ഞാൻ പണ്ട് ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ ഡയലോഗ് പഠിക്കാൻ എളുപ്പമാണ്. നമുക്ക് കാണാപ്പാടം പഠിച്ച് നമ്മളെ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ. അതെ. ഇന്നിപ്പോ അതിന്റെ ഇതില്ല, നമ്മൾ ആ ശൈലികളൊക്കെ മാറിയില്ലേ. നമ്മൾ എങ്ങനെ വർത്താനം പറയുന്നു അത് തന്നെയായി. പണ്ടതല്ല, അതിനൊരു അതെ ഒരു രീതി തന്നെ ഫോളോ ചെയ്ത്. അതെ. ഇപ്പൊ അതൊന്നുമില്ലല്ലോ. നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, ഇത് തന്നെ കാര്യം. ഇപ്പൊ നമുക്ക് സമൃദ്ധിയുടെ തമിഴ് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരാം. എന്താണ് സിനിമ റിലീസാവാൻ എനിക്ക് തോന്നുന്നു മാർച്ചിൽ ബിസിനസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. സിനിമ മയ്യൽ എന്നാണ് സിനിമയുടെ ടൈറ്റിൽ. ബി ജയമോഹൻ സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. ഒരു 3 മാസത്തെ ഷൂട്ടായിരുന്നു. തിരുവണ്ണാമലയിലായിരുന്നു ഷൂട്ടൊക്കെ. അപ്പോൾ ആ ടൈമിലാണ് സമൃദ്ധി താര എന്നുള്ള പേരിലേക്ക് മാറ്റാമെന്നുള്ളൊരു തീരുമാനം. എന്തായിരുന്നു ആദ്യത്തെ പേരിൽ നിന്ന് മാറ്റാനുള്ളൊരു സജഷൻ വരാൻ കാരണം? അഞ്ജു കൃഷ്ണ എന്നുള്ള ഒരു നെയിം എനിക്ക് ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞു. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എവിടെയും ന്യൂസിനകത്തൊക്കെ അഞ്ജു എന്നുള്ള പേര് വരുമ്പോഴേ ആദ്യം എന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. MDMA, സീരിയസ്ലി MDMA ഏതൊരു നാടകനടി MDMA കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പം ഉടനെ എന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്, അഞ്ജു ആണോ? അപ്പം ഒരിക്കലും അല്ല, പക്ഷെ ഇൻ ബിറ്റ്വീൻ എല്ലാവരും എന്നെ ടാഗ് ചെയ്യുന്നു, മെൻഷൻ ചെയ്യുന്നു. എന്നെ അറിയില്ല. അപ്പം സുമേഷ് ആൻഡ് രമേഷിലെ നായികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മെൻഷൻ ചെയ്യുന്നു.
അപ്പം അതൊക്കെ എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായി. അപ്പം എന്നെ സെർച്ച് ചെയ്താലും വെരി ഫസ്റ്റ് വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു കോമൺ ഇഷ്യൂ ആയതുകൊണ്ട് അത് മാറ്റി. ദെൻ സിനിമയുടെ ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കോമൺ നെയിമല്ല, അപ്പം സമർത്ഥി താര എന്നുള്ളൊരു നെയിമിലേക്ക് ചേഞ്ച്. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു അടിയായിരിക്കും ഒരിക്കലും അല്ല. അല്ലേ? പറയാൻ പറ്റില്ല. അത് അങ്ങനെ അതെ, അങ്ങനെ ആവട്ടെ. സമൃദ്ധി താര നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ട് തമിഴിൽ പോകുന്ന ആളുകളാണ്. അപ്പൊ ആ താരം ഒരു താരമായിട്ട് പേരും ചേഞ്ച് ചെയ്യണ്ട, താരയുടെ ബാക്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അതെ 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 അതെ. അപ്പൊ എന്തായാലും അതെന്തായാലും നന്നായിരിക്കും, അല്ലേ? അതെ, എല്ലാം വിജയാശംസകൾ നേരെയാണ്. പറന്ന് 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 ചെല്ലാൻ എന്ന് പറഞ്ഞ ചിത്രം നിങ്ങളെ രണ്ടുപേരുടെയും കരിയറിൽ വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം പോയി എല്ലാവർക്കും ഒന്ന് കണ്ട് സന്തോഷത്തോടെ ഇറങ്ങി വരാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ് ഞങ്ങൾ പറന്ന് 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 ചെല്ലാൻ. അപ്പോൾ പറന്ന് പറന്ന് ഉയരങ്ങളിൽ എത്തട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഒത്തിരി സന്തോഷം. ജിഷ്ണുവിൻ്റെ സിനിമ, ജിഷ്ണുവിൻ്റെ ഫസ്റ്റ് സിനിമ, രണ്ടാമത്തെ സിനിമയാണത്. അപ്പോൾ ഈ എല്ലാവിധ ഭാഗങ്ങളും ജിഷ്ണുവിനും ഞങ്ങൾ നേരുകയാണ്, ഈ ക്രൂവിന് മൊത്തം ഞങ്ങൾ നേരുകയാണ്. എന്തായാലും അടിപൊളിയാവട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.